ഇറക്കുമതി തീരുവ യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓഗസ്റ്റ് 27 കഴിയുമ്പോഴേക്കും നമുക്ക് ഏതാണ്ട് 50% തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതങ്ങ് നിലവിൽ വരും. അപ്പോൾ ഇതിനിടയിൽ വലിയ വിവാദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപാണ് പറയുന്നത്. ട്രംപിൻ്റെ വായ അടങ്ങിയിരിക്കില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ. ഇപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ട്. അതായത് അമേരിക്കയുടെ ഇന്ത്യയിലെ അംബാസഡറായിട്ട് സെർജി ഗോർ എന്ന് പറയുന്ന ഒരു റഷ്യൻ വംശജൻ കൂടിയാണ്. അദ്ദേഹത്തെ നിയമിച്ചിരിക്കുകയാണ്. അതിന് പിന്നിൽ ചില നീക്കങ്ങൾ നടത്താനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കൃത്യമായിട്ടുള്ള താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ടാകില്ല. എന്തുകൊണ്ടായിരിക്കും ഒരു റഷ്യൻ വംശജനെ ഇപ്പോൾ ഇവിടെ അംബാസഡറായിട്ട് നിയമിക്കാനുള്ള കാര്യം? തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ നീക്കങ്ങളൊന്നും തന്നെ അത്ര വിശുദ്ധമാവണമെന്നില്ല. നിഷ്കളങ്കമായ നീക്കങ്ങളൊന്നും തീർച്ചയായിട്ടും അമേരിക്ക ഒരു കാലത്തും നടത്തിയിട്ടില്ല. ഈ ട്രംപിൻ്റെ കാലത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുകയും ചെയ്യണ്ട. എന്തായാലും നിർണായകമായ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ മാറുന്നത്. അമേരിക്കൻ അംബാസഡറായിട്ട് നിയമിക്കുന്നത് ഈ സെർജിയോ ഗോറിനെയാണ്. ഈ സെർജിയോ ഗോർ ചെറുപ്പക്കാരനാണ് കേട്ടോ. സെർജിയോ ഗോറിന് ചെറിയ പ്രായമുള്ളൂ. 38 വയസ്സേ ഉണ്ടാവുള്ളൂ. 86 എങ്ങാണ്ടാണ്. സെർജിയോ ഗോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നിർണായകമായ ഘട്ടത്തിൽ വളരെ കൗതുകം നിറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ പ്രജിത പറഞ്ഞത്. അത് അദ്ദേഹം റഷ്യൻ വംശജനാണ്. ഉസ്ബെക്കിസ്ഥാനിലാണ്. ഉസ്ബെക്കിസ്ഥാനിൽ വേറൊരു കൗതുകം കൂടി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ നമുക്ക് രാഷ്ട്രീയം സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ കൗതുകം നിറഞ്ഞൊരു കാര്യം, ഈ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിൽപ്പെട്ട സ്ഥലമാണ് പഴയ റഷ്യയിൽ സോവിയറ്റ് യൂണിയനിലുണ്ടായിരുന്ന താഷ്കെൻഡ്. താഷ്കെൻഡ് ഇന്ത്യക്ക് പലപ്പോഴും പ്രധാനപ്പെട്ട സ്ഥലമാണ്. വിഖ്യാതമായ താഷ്കെൻഡ് കരാറ് നമ്മളുണ്ടാക്കുന്നത് താഷ്കെൻഡിൽ വെച്ചിട്ടാണ്. താഷ്കെൻഡ് കരാർ. 2, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കുന്നത് 1920 താഷ്കെൻഡിൽ വെച്ചാണ്, റഷ്യയിൽ. അപ്പോൾ പലതരത്തിലും ഇന്ത്യക്ക് പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ താഷ്കെൻഡ്. ആ താഷ്കെൻഡുകാരനാണ് ഈ സെർജിയോ ഗോർ. അപ്പോൾ താഷ്കെൻഡുകാരനാണ്. മാത്രമല്ല റഷ്യൻ കണക്ഷൻ ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, റഷ്യ, ഇന്ത്യ, അമേരിക്ക, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളുടെ പേരിൽ അമേരിക്ക നമ്മളോട് കലഹിക്കുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് പണിഷ്മെൻറ്റ് തരുന്നു, നമുക്ക് താരിഫ് കൂട്ടുന്നു. ഈ ഒരു സമയത്താണ് റഷ്യൻ വംശജനായ ഒരാളെ അമേരിക്കൻ സ്ഥാനപതിയായി ഇന്ത്യയിൽ നിയമിക്കുന്നത്. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു സമയത്താണ് ഇങ്ങനെ ഒന്ന് നിയമിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ചെറുപ്പക്കാരനാണ്. വളരെ കാലിബറുള്ള ഒരു സമയമാണ്. അത്യന്തം വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന, ഇപ്പോൾ തന്നെ അത്തും ഇത്തും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് ആളുകൾ പറയുന്ന ട്രംപിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ട്രംപിൻ്റെ പദ്ധതികൾ വിജയകരമായി പൂർത്തിയാക്കാനോ ഒരു പുതിയ അംബാസഡർ വരുന്നു എന്ന് വേണം. പിന്നെ ഇതിന് വേറെയും പ്രാധാന്യമുണ്ട്. ട്രംപിന് വ്യക്തിപരമായി ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ്. ട്രംപിനെ ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് വളർത്തിയെടുത്തതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ്. ട്രംപിൻ്റെ അവിടുത്തെ PAC, അവിടുത്തെ നമ്മൾ പറഞ്ഞ ഈ NGO എന്നൊക്കെ പറയും പോലെ ട്രംപിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം അതാണല്ലോ. വലിയ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, PAC എന്ന് പറയുന്ന സംഘടനകൾ. അതിലേറ്റവും വലിയ റൈറ്റ് ടു അമേരിക്ക എന്ന് പറയുന്ന ഒരു ചാരിറ്റി സംഘടനയാണ്. മനുഷ്യാവകാശ സംഘടന, അല്ലെങ്കിൽ ഈ സാമൂഹ്യ സേവന പ്രസ്ഥാനം, സന്നദ്ധ സേവന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ ട്രംപിന് വേണ്ടി നയിച്ചുകൊണ്ടിരുന്നത് ഇദ്ദേഹമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യം. അതാണ്. മാത്രമല്ല ട്രംപിൻ്റെ പേഴ്സണൽ ഡയറക്ടറാണ്. എന്ന് വെച്ചാൽ ട്രംപിൻ്റെ ഓഫീസിലെ, ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഓഫീസിലെ പേഴ്സണൽ ഡയറക്ടറാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ട്രംപിൻ്റെ മനസാക്ഷി സൂക്ഷിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ട്രംപിനെ ഏറ്റവും ജനകീയനാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ട്രംപിനെ ജനകീയമാക്കിയ പുസ്തകങ്ങൾ. ട്രംപ് പുസ്തകം എഴുതുകയും ഒരു ബൗദ്ധിക ലോകത്തേക്ക്, അക്ഷര ലോകത്തേക്ക് ട്രംപിനെ അയക്കുകയും ചെയ്യുന്നത് ഈ വിന്നിങ് പബ്ലിഷേഴ്സാണ്. എന്നുവെച്ചാൽ വിന്നിങ് ടീം എന്നാണ് അതിൻ്റെ പേര്. ട്രംപിൻ്റെ മോന് ജൂനിയർ ട്രംപും ഇദ്ദേഹവും ചേർന്നിട്ടാണ്. ഇവൻ്റെ കൂട്ടുകാരനാണ്. ട്രംപിൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ് ഇദ്ദേഹം. അങ്ങനെയാണ് ട്രംപുമായിട്ട് അടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം താഷ്കെൻഡിലാണ് ജനിച്ചത്. പഠിക്കാൻ വേണ്ടി വാഷിങ്ടൺ യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടിയാണ് അമേരിക്കയിൽ വരുന്നത്. 99 അവിടെ സ്ഥിരതാമസമാക്കുന്നത്. പിന്നീടാണ് പതുക്കെ ട്രംപുമായി അടുത്ത് വരുന്നത്. ട്രംപുമായി അടുത്ത് വരുന്നതിൻ്റെ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, ഈ NGO ആണ്. ട്രംപിന് വേണ്ടി സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന റൈറ്റ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന PACയുടെ നേതാവാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യകർത്താവ്, സെക്രട്ടറി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു പദവിയിൽ അദ്ദേഹം വഹിക്കുന്നു. 2,
ട്രംപിനോട് അടുക്കുന്നു, റിപ്പബ്ലിക്കൻ പാർട്ടിയുമായിട്ട് അടുക്കുന്നു, ആ പാർട്ടിയുടെ ഓഫീസ് ഡയറക്ടറായിട്ട് മാറുന്നു. വേറൊന്ന്, ട്രംപിനെ വ്യക്തിപരമായി പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രചാരകനാകുന്നു. അതിനുവേണ്ടി ചെയ്ത പണി ട്രംപിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ബെസ്റ്റ് സെല്ലേഴ്സാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ട്രംപിൻ്റെ പുസ്തകം വായിച്ച ഒരു ഇന്ത്യക്കാർ വളരെ കുറവേ ഉണ്ടാവുള്ളൂ. പക്ഷേ ട്രംപിൻ്റെ പുസ്തകങ്ങൾ ലോകത്ത് നന്നായി വിറ്റുപോയ പുസ്തകങ്ങളാണ്, ബെസ്റ്റ് സെല്ലേഴ്സാണ്. എനിക്ക് തോന്നുന്നു സേവ് അമേരിക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ട്. വേറെയും 1-2 പുസ്തകങ്ങളുണ്ടല്ലോ. ജേണി ടുഗദർ എന്നോ പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ലെറ്റേഴ്സ് ടു ട്രംപ് എന്ന് പറഞ്ഞ പുസ്തകത്തെക്കുറിച്ച് ഞാൻ ഹിന്ദുവിൽ വായിച്ചിട്ടുണ്ട്. ലെറ്റേഴ്സ് ടു ട്രംപ്, ട്രംപിന് വന്ന കത്തുകൾ. നമ്മൾ ഗാന്ധിക്ക് വന്ന കത്തുകൾ, ഇന്ദിരാഗാന്ധി അയച്ച ഇന്ദിരാഗാന്ധി ജയിലിൽ നിന്ന് നെഹ്റു അയച്ച കത്തുകൾ എന്നൊക്കെ പറയും പോലെ ലെറ്റേഴ്സ് ടു ട്രംപ്. ഇങ്ങനെ ട്രംപിനെ ജനപ്രിയനാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാളാണ്. അപ്പോൾ അതാണ് അദ്ദേഹം ചെയ്ത രണ്ടാമത്തെ പണി. മൂന്നാമത്തെ പണി, ട്രംപിന് മത്സരിക്കാൻ കാൻഡിഡേറ്റ് ആകുമ്പോൾ ഏറ്റവും വലിയ സംഗതി അവിടെ മത്സരിക്കാനുള്ള ചിലവാണ്. മത്സരിക്കാൻ ഒരു ദിവസം കൊണ്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ചിലവോ അതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ്റെ ചിലവോ അല്ല. ഇവർ ദീർഘകാലത്തെ ക്യാമ്പയിനാണല്ലോ. ഓരോ ഏരിയ തലത്തിലും ജയിച്ച് ക്യാമ്പയിനുകളിൽ ജയിച്ച് കയറണം. സ്ഥാനാർത്ഥിയാവാനുള്ള മത്സരത്തിൽ ആദ്യം ജയിച്ച് കയറണം. വലിയ ചിലവുള്ള ദീർഘകാലത്തെ പ്രോസസ്സാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. ആ ഇലക്ഷൻ്റെ ഫൈനാൻസ് കമ്മിറ്റി കൺവീനർ എന്നുവെച്ചാൽ ആ ഫൈനാൻസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അനായാസം ഫണ്ടുണ്ടാക്കി കൊടുത്ത് ട്രംപിൻ്റെ ഇലക്ഷൻ സുഗമമായി നടത്തി ട്രംപിനെ ആദ്യഘട്ടത്തിൽ ജയിപ്പിച്ചു, രണ്ടാം ഘട്ടത്തിലും ജയിപ്പിച്ചു. ട്രംപിൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായി തീരുന്നത് പിന്നീട് ഒരു നിർണായകമായ ഘട്ടത്തിലാണ്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ ട്രംപ് ഒരു ഘട്ടത്തിൽ എലൻ മസ്കിനെ വല്ലാതെ വിശ്വസിച്ചിരുന്നല്ലോ. ട്രംപിൻ്റെ ഈ രണ്ടാം വരവിൽ എലൻ മസ്ക് വലിയ പങ്ക് വഹിക്കുകയും എലൻ മസ്കിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അമേരിക്കൻ ഭരണകൂടം തന്നെ എലൻ മസ്കിൻ്റെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ കാലമുണ്ട്. പക്ഷെ മസ്കിനോട് അതിവേഗത്തിൽ ട്രംപ് പിണങ്ങേണ്ടി വന്നു. കാരണം മസ്കിൻ്റെ താല്പര്യങ്ങൾ ഭരണകൂടത്തെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. അത് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നാസയിലേക്കുള്ള ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ തടുക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ മസ്ക് സ്വന്തം കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നു. ഐസക് മാനോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ ഒരാളെ മസ്ക് കൊണ്ടുവന്നു. അത് ട്രംപിനും ഇഷ്ടമായില്ല. അപ്പോൾ അവനെ ആ സ്ഥാനാർത്ഥി, ആ കാൻഡിഡേറ്റിനെ തള്ളിക്കളയേണ്ടി വന്നു. ട്രംപ് ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, അത് ഉപേക്ഷിക്കുന്നതിൽ പങ്കുവഹിച്ച ആളാണ് ഇദ്ദേഹം, ഗോർ. അപ്പോൾ എന്തായി, മസ്ക് പിണങ്ങുമ്പോൾ ഗോർ കുറേ കൂടി അടുത്തു. അപ്പോൾ അതുകൂടിയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മസ്കിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഗോറിനെ കൂടെ നിർത്തുന്നത്. അല്ലെങ്കിൽ മസ്കിനെ പിണക്കേണ്ട ഘട്ടത്തിൽ പിണക്കാൻ ട്രംപിന് ആത്മവിശ്വാസം കൊടുത്ത ഒരാൾ കൂടിയാണ് ഗോർ. ആ ഗോറാണ് ഇപ്പോൾ വരുന്നത്. വേറൊരു കാര്യമുള്ളത്, ഇതേ സമയത്ത് ഗോറിൻ്റെ കയ്യിൽ ട്രംപിൻ്റെ ഭരണകൂടത്തിൻ്റെ ഈ മനസാക്ഷി വന്നതോടുകൂടി 4000-ഓളം പേരെ ട്രംപിൻ്റെ വിശ്വസ്തരെ അമേരിക്കൻ ഭരണകൂടത്തിന് ചുറ്റും നിയമിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച, അതൊരു വലിയ സ്വാധീനമാണല്ലോ അമേരിക്കൻ ഭരണകൂടത്തിൽ. അങ്ങനെ അമേരിക്കൻ ജനതക്കകത്ത് പലതരത്തിൽ അഡ്മിനിസ്ട്രേഷൻ ലെവൽ, പ്രചാരണത്തിൻ്റെ നിലയിൽ, സാമ്പത്തിക നിലയിലൊക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ വലിയ തോതിൽ സഹായിക്കുകയും ട്രംപിനെ വ്യക്തിപരമായി തന്നെ പോപ്പുലറാക്കുകയും ട്രംപിന് വിശ്വാസമുള്ള ഒരാളായി വളരുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ, അതിവേഗത്തിൽ വളർന്നു വന്ന ചെറുപ്പക്കാരൻ തന്നെ പറയണം. 40 വയസ്സ് തികച്ചില്ല, 39-38 വയസ്സുള്ളൂ. അങ്ങനെ ഒരു യുവാവാണ് സകലമാന യുവത്വത്തോടും കൂടി ഈ ട്രംപിൻ്റെ പ്രതിനിധിയായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. ഈ ഘട്ടത്തിൻ്റെ പ്രാധാന്യം, ഒന്ന്, ഇന്ത്യയും റഷ്യയും അമേരിക്കയും മൂന്ന് മൂർത്തികളായി നിന്നുകൊണ്ട് കലഹിക്കുകയാണ്. കലഹം കൊണ്ട് ഇപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. അതിന് യാതൊരു ഭംഗവും വരുത്താൻ ട്രംപിന് സാധിച്ചിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ലക്ഷ്യം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ കാര്യമായ ഉടക്ക് ഉണ്ടാക്കുകയാണ്. അത് സാധിച്ചിട്ടില്ല. ആ ഘട്ടത്തിലാണ് റഷ്യൻ വംശജനായ ഒരാൾ, തീർച്ചയായിട്ടും പുടിനൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമായിരിക്കും അദ്ദേഹത്തിന്. ആത്മബന്ധമുണ്ട്, ആ മണ്ണിൻ്റെ മോനാണ്. അപ്പോൾ ആ ബന്ധം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ വലിയ പണിഷ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാനും അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഈ നയതന്ത്ര ബന്ധങ്ങൾ കുറേ കൂടി സുഗമമാക്കാനും സൗഹാർദ്ദപരമാക്കാനും ഒപ്പം റഷ്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ കാര്യമായ മെച്ചം ഉണ്ടാക്കാനും ഒക്കെ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കാം
ട്രംപ് ഇദ്ദേഹത്തെ ഗോറിനെ ഇങ്ങോട്ട് അയക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അയക്കുന്നത് ട്രംപാണ്. ട്രംപ് അമേരിക്കക്കാരനാണ്. അതുകൊണ്ട് ഒരു ജാഗ്രത എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു 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 തൃക്കണ്ണുണ്ടല്ലോ, ഇന്ത്യയുടെ ഒരു തൃക്കണ്ണ്, വിഖ്യാതമായൊരു കണ്ണാണ്, അത് തുറന്നിരിക്കും. ബറാക്ക് ഒബാമയുടെ വിഖ്യാതമായൊരു പ്രസംഗമുണ്ട്, ഞങ്ങൾ എത്ര സൗഹാർദ്ദത്തോടെ സമീപിക്കുമ്പോഴും ഇന്ത്യക്കാർ ഞങ്ങളെ ഒരു അധിനിവേശത്തിൻ്റെ കണ്ണോടുകൂടിയാണ് കാണുക. കാരണം ദീർഘകാലത്തെ അധിനിവേശം അനുഭവിച്ചതുകൊണ്ടാവാം ഞങ്ങളെയും അവരങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ ബലഹീനതയല്ല, അവരുടെ ജാഗ്രതയാണ് എന്ന് പറയുന്നുണ്ട്. ബറാക്ക് ഒബാമയുടെ വിഖ്യാതമായ പ്രസംഗമാണ്. ഈ സമയത്ത് കടുത്ത ജാഗ്രതയോടെ അമേരിക്കയുടെ പുതിയ സ്ഥാനപതിയെ നമുക്ക് വരവേൽക്കാം. ട്രംപിൻ്റെ നീക്കം നമുക്ക് ഗോറിലൂടെ വായിച്ചറിയാം. കുറേ കൂടി അടുത്ത് നമ്മോടൊപ്പം എപ്പോഴും ന്യൂഡൽഹിയിലുള്ള ഒരു ജൂനിയർ ട്രംപ് ഇനി ഇന്ത്യയിലുണ്ടാകും എന്ന ജാഗ്രതയും ഒപ്പം കുറേ കൂടി അടുപ്പവും മനസ്സ് നേരിട്ട് വായിക്കാനുള്ള, ട്രംപിൻ്റെ മനസ്സ് നേരിട്ട് വായിക്കാനുള്ള സൗകര്യവും നമുക്ക് കിട്ടും. അത് നമുക്ക് പ്രതീക്ഷിക്കാം. സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.